സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ 26 വർഷം മുൻപ് വീടും കെട്ടിടങ്ങളും നിർമ്മിച്ചവരെയും പിഴിയുന്നു. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ സെസ് പിരിവിലൂടെ കോടികൾ കണ്ടെത്താൻ ക്ഷേമനിധി ബോർഡ് ജില്ലാ ഓഫീസുകളോട് നിർദ്ദേശിച്ചു. 1996 ശേഷം വീട് നിർമ്മിച്ചവരിൽ നിന്നെല്ലാം നിർബന്ധമായി സെസ് പിരിച്ചെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചിലവഴിച്ച് വീട് നിർമ്മിച്ചവരിൽ നിന്ന് 1% തുക സെസ്സായി ഈടാക്കാൻ നോട്ടീസ് അയച്ചു തുടങ്ങി. നിലവിലെ സാഹചര്യത്തിൽ 40 ലക്ഷം രൂപ ചിലവഴിച്ച് 2000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീട് നിർമ്മിക്കുന്നവർ ജില്ലാ ലേബർ ഓഫീസുകളിലെത്തി 40,000 രൂപ സെസ് അടയ്ക്കേണ്ടി വരും. പണമടയ്ക്കാൻ വൈകിയാൽ റവന്യൂ റിക്കവറി വഴി ഈടാക്കും. അധിക ഫണ്ട് കെട്ടിക്കിടന്നിരുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണിപ്പോൾ. തൊഴിലാളികൾക്ക് വിരമിക്കൽ, മെഡിക്കൽ ആനുകൂല്യങ്ങൾ കുടിശ്ശികയാണ്. വിവാഹ സഹായം, പ്രസവാനുകൂല്യങ്ങൾ എന്നിവയും മുടങ്ങി. ജീവനക്കാരുടെ ശമ്പള വിതരണവും പ്രതിസന്ധിയിലാണ്. ഈ സാഹചര്യത്തിൽ അടിയന്തരമായി ചുമട്ടുതൊഴിലാളി ബോർഡിൽ നിന്ന് 100 കോടി കടമെടുക്കാൻ കഴിഞ്ഞ ദിവസം കരാറായിട്ടുണ്ട്. ബോർഡിന്റെ പ്രതിസന്ധി തരണം ചെയ്യാനാണ് ഇത്രയും പഴയ കുടിശ്ശിക പിരിക്കുന്നതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ ക്ഷേമനിധി ബോർഡുകളുടെ ഫണ്ടിൽ സർക്കാർ കണ്ണുവെച്ചിരിക്കുകയാണെന്ന് വിമർശനമുണ്ട്. 1996 മുതലുള്ള സെസ് പിരിക്കുന്നതിലൂടെ കോടികൾ സമാഹരിച്ച ശേഷം സർക്കാർ കടമെടുക്കുമെന്നാണ് ആരോപണം. നേരത്തെ ഇത്തരത്തിൽ വിവിധ തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് സർക്കാർ കടമെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനായി ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് നിക്ഷേപമായി 300 കോടി രൂപ സർക്കാർ സ്വീകരിച്ചിരുന്നു. ഇപ്പോഴും ഇത് പൂർണ്ണമായി തിരിച്ചു നൽകിയിട്ടില്ല.